സംസ്ഥാനത്ത് കാണപ്പെടുന്ന പൂക്കളിൽ ഒന്നാണ് അരളി. കേരളത്തിലെ ക്ഷേത്രങ്ങളിലടക്കം അരളിപ്പൂക്കൾ പൂജകൾക്കും മറ്റും ഉപയോഗിച്ചു വരുന്നുണ്ട്. അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. വളരെ അപകടകാരിയും മരണം വരെ സംഭവിക്കാവുന്ന പ്ലാന്റ് പോയിസൺ ആണിത്. കാണാൻ ഭംഗിയുള്ളതും മണമുള്ളതും അലങ്കാര സസ്യവുമായ അരളിപ്പൂവിൽ വിഷാംശമുണ്ട്. അത് ഭക്ഷ്യയോഗ്യമല്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിവേദ്യത്തിനൊപ്പം തരുന്ന അരളിപ്പൂവ് എല്ലാവർക്കും സുപരിചിതമാണ്. അരളി ഒരു കാരണവശാലും കഴിക്കരുത്. ഹൃദയം, നാഡീവ്യൂഹം, ആമാശയം എന്നിങ്ങനെയുള്ള അവയവങ്ങളെ ഇത് ബാധിക്കാം. രക്തക്കുഴലുകളെ ഇത് ബാധിച്ചാൽ ഹൃദയമിടിപ്പ് കുറയുകയും BP കുറയ്ക്കുന്നതിനും ഇടയാക്കും. മാത്രമല്ല കാഴ്ചശക്തി കുറയുന്നതിനും കാരണമാകും. ഛർദി, വയറുവേദന, അബോധാവസ്ഥയിലാവുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങളായി പറയുന്നത്. അരളിയുടെ പൂവ്, കായ്, തണ്ട്, ഇല എന്നിവയെല്ലാം ഏറെ അപകടകാരിയാണ്. വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അരളി വളർത്താതിരിക്കുന്നതാണ് നല്ലത്. നോർത്ത് ആഫ്രിക്കയാണ് അരളിച്ചെടിയുടെ ഉത്ഭവം. നീരിയം ഒലിയാൻഡർ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഈ കുറ്റിച്ചെടി അറിയപ്പെടുന്നത്. അപ്പോസയനേസിയെ കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ഇലയിലും പൂവിലും കായിലും വേരിലും വരെ വിഷാംശമുണ്ട്. ഇതിലെ പാൽ പോലെയുള്ള ഒലിയാൻഡറിൽ എന്ന രാസവസ്തു ശരീരത്തിലെത്തിയാൽ ഛർദിയും ദേഹാസ്വസ്ഥയും ഉണ്ടാകും. മാത്രമല്ല ഇത് ഹൈപ്പോടെൻഷൻ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. അടുത്ത കാലത്തായി നേഴ്സിംഗ് ജോലിക്കായി UK പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ഹരിപ്പാട് സ്വദേശി സൂര്യ സുരേന്ദ്രൻ എന്ന യുവതി കുഴഞ്ഞു വീണു മരിച്ച വാർത്ത നാം അറിഞ്ഞതാണ്. യാത്രയ്ക്ക് മുമ്പേ സമീപത്തെ വീട്ടിലെ അരളിപ്പൂവ് കടിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞു. അരളിപ്പൂവിൽ നിന്നുള്ള വിഷം ഹൃദയത്തെ ബാധിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം.